ഒരുപാട് സബ്സ്ക്രൈബേഴ്സുള്ള വളരെയധികം റവന്യൂ ലഭിക്കുന്ന ഒരു ചാനൽ ഒരു ദിവസം കാലത്തെടിയിട്ട് ലോഗിൻ ചെയ്യാൻ ട്രൈ ചെയ്തപ്പോൾ ഇതാണ് അവസ്ഥ. ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നില്ല, ഇമെയിൽ ലോഗിൻ ചെയ്യാൻ കഴിയുന്നില്ല, കൂടാതെ ഇമെയിൽ പ്രൊഫൈൽ പിക്ചർ പോലും ബ്ലാങ്കായി കാണിക്കുന്നു. എന്താണ് സംഭവിച്ചത്? എൻ്റെ സുഹൃത്തിന് പറ്റിയ ഒരു എക്സ്പീരിയൻസാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. വളരെ സിമ്പിളായ സെറ്റിങ്സ്, എന്നാൽ ആരും ശ്രദ്ധിക്കാതെ നിങ്ങളുടെ വിലപ്പെട്ട സമയം നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട സെറ്റിങ്സാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഡിയർ ഫ്രണ്ട്സ്, A to Z ടെക് സപ്പോർട്ട് ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ യൂട്യൂബേഴ്സും നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട ഒരു ബേസിക് പ്രധാന സെറ്റിങ്സാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. വളരെയധികം അധ്വാനത്തിലൂടെയാണ് നമ്മൾ ഒരു യൂട്യൂബ് ചാനൽ ഡെവലപ്പ് ചെയ്തു വരുന്നത്. എന്നാൽ മിക്കവരും മറന്നു പോകുന്ന, ശ്രദ്ധിക്കാത്ത ഒരു ബേസിക് സെറ്റിങ്സാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നിയാൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കും ഷെയർ ചെയ്യുക. ഈ ഒരു അവസ്ഥ യൂട്യൂബ് ചാനലുള്ള നമുക്കാർക്കും സംഭവിച്ചേക്കാം. ഇങ്ങനെ നിങ്ങൾക്ക് നാളെ സംഭവിച്ചാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. യൂട്യൂബിനെ കോൺടാക്റ്റ് ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ല, കാരണം നിങ്ങളുടെ ചാനലിലേക്ക് ലോഗിൻ ചെയ്യാനേ സാധിക്കുന്നില്ല. ആദ്യമായി ഇത് എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് നോക്കാം. സാധാരണയായി യൂട്യൂബ് നമ്മുടെ ഫോണിൽ നിന്നാണ് മിക്കവരും യൂസ് ചെയ്യുന്നത്. 3 or 4 ചിലപ്പോൾ അതിൽ കൂടുതൽ ID നമ്മുടെ ഫോണിൽ മാറി മാറി യൂസ് ചെയ്യാറുണ്ട്. ഇങ്ങനെ കൂടുതൽ ഐഡികൾ ഉപയോഗിക്കുമ്പോൾ സിങ്ക്രണൈസേഷൻ പ്രോബ്ലം കൊണ്ടാണ് ഇത് സംഭവിച്ചത്. ഇങ്ങനെ നിങ്ങൾക്ക് നാളെ സംഭവിച്ചാൽ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? ആരെയാണ് കോൺടാക്റ്റ് ചെയ്യേണ്ടത്? കാരണം യൂട്യൂബിനെ കോൺടാക്റ്റ് ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ല, നിങ്ങൾ യൂട്യൂബിലേക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നില്ല. പിന്നെ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ ഗൂഗിളിനെയാണ് ആദ്യം കോൺടാക്റ്റ് ചെയ്യേണ്ടത്. ഈ ഒരു അവസ്ഥ യൂട്യൂബ് ചാനലുള്ള നമുക്കാർക്കും സംഭവിച്ചേക്കാം. ഇങ്ങനെ നിങ്ങൾക്ക് നാളെ സംഭവിച്ചാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഗൂഗിൾ സപ്പോർട്ട് ആദ്യം നിങ്ങളോട് ചോദിക്കുക നിങ്ങളുടെ റീകവറി ഇമെയിലാണ്. നിങ്ങളുടെ റീകവറി ഇമെയിൽ കൊടുത്തില്ലെങ്കിൽ യാതൊരു കാരണവശാലും നിങ്ങൾക്ക് നിങ്ങളുടെ ചാനൽ റീറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതല്ല. നിങ്ങളൊരു യൂട്യൂബർ ആണെങ്കിൽ നിങ്ങളുടെ ഇമെയിൽ ID, നിങ്ങൾ ചാനൽ ലോഗിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇമെയിൽ IDക്ക് നിർബന്ധമായും റീകവറി ഇമെയിൽ വേണ്ടതാണ്. നിങ്ങൾക്ക് റീകവറി ഇമെയിൽ ഇല്ലെങ്കിൽ യാതൊരു കാരണവശാലും നിങ്ങളുടെ ചാനൽ നിങ്ങൾക്ക് റീറ്റെയിൻ ചെയ്യാൻ സാധിക്കില്ല. നിങ്ങളുടെ ഒരുപാട് കാലത്തെ അധ്വാനവും വരുമാനവും ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്ക് നഷ്ടപ്പെടും. അതിനാൽ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞ ഉടൻ തന്നെ നിങ്ങളുടെ ചാനൽ IDക്ക് റീകവറി ഇമെയിൽ നിങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടോ എന്ന് ഡബിൾ ചെക്ക് ചെയ്യുക. റീകവറി ഇമെയിൽ ID എങ്ങനെ ആഡ് ചെയ്യാമെന്നുള്ളത് മിക്കവർക്കും അറിയാവുന്നതാണ്. എങ്കിലും അറിയാത്തവർക്ക് വേണ്ടി നമുക്ക് റീകവറി ഇമെയിൽ എങ്ങനെ ആഡ് ചെയ്യാമെന്ന സ്റ്റെപ്പിലേക്ക് പോകാം. ആദ്യമായി നിങ്ങളുടെ മൊബൈലിലെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പ്രൊട്ടക്റ്റ് യുവർ അക്കൗണ്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അടുത്തത് ഇവിടെ ഫോൺ നമ്പർ ആഡ് ചെയ്യാം, റീകവറി ഇമെയിൽ ആഡ് ചെയ്യാം. ആഡ് റീകവറി ഇമെയിൽ പ്രസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ വെരിഫൈ ചെയ്യുക. വെരിഫൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് റീകവറി ഇമെയിൽ ആഡ് ചെയ്യാനായി സാധിക്കും. പാസ്വേഡ് എൻ്റർ ചെയ്യുക. പാസ്വേഡ് എന്നതിന് ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നമുക്കാവശ്യമുള്ള റീകവറി ഇമെയിൽ ആഡ് ചെയ്യുന്നു. ഇങ്ങനെ നിങ്ങൾക്ക് റീകവറി ഇമെയിൽ ആഡ് ചെയ്യാൻ സാധിക്കുന്നു. യൂട്യൂബേഴ്സിന് ആവശ്യമായ എല്ലാ ബേസിക് സെറ്റിങ്സും ഇമ്പോർട്ടൻറ്റ് ഇൻഫോർമേഷൻസും ഈ ഒരു ചാനൽ മുഖേന നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നു. സോ പ്ലീസ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ. താങ്ക് യു വെരി മച്ച്. ഗുഡ്.